എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അതായത് ബ്രില്യൻറ്റ് ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് ബ്രില്യൻറ്റ് ഒളിമ്പ്യാഡ് ചാമ്പ്യൻ. അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ഈ ഒരു കോഴ്സിന്റെ കോർഡിനേറ്ററായ ഡോക്ടർ വെങ്കടേഷ് സാറുണ്ട് നമ്മുടെ ഒപ്പം. സാർ വെൽക്കം. അടുത്തതായിട്ട് നമ്മുടെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി പ്രൊഫസർ റെജീന മിസ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ ഈ കോഴ്സിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതിനൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. സോ സർ, ആദ്യം തന്നെ എന്താണ് ഈ ബ്രില്യൻറ്റ് ഒളിമ്പ്യാഡ് ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ? BOC എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയാം, ബ്രില്യൻറ്റ് ഒളിമ്പ്യാഡ് ചാമ്പ്. ചാമ്പ് മീൻസ് ചാമ്പ്യൻ. വി ആർ ഗോയിങ് ടു ബിക്കം എ ചാമ്പ്യൻ ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അല്ലത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇന്ത്യയിൽ തന്നെ ഒരു ചാമ്പ്യൻ ആകാനുള്ള ഒരു സ്കോപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണ്. BOC എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റ് ഒളിമ്പ്യാഡ് ചാമ്പ്യൻ ഈസ് ഫോർ സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് ഇൻ 8th, 9th, 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനാണ്. ഇത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 1 year കോഴ്സ്. മെറ്റീരിയൽ സപ്ലൈ ചെയ്യും. നമുക്ക് വേറെ അക്കാഡമിക് സപ്പോർട്ട്, ഫുൾ അക്കാഡമിക് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്ന പറയാം കോമ്പറ്റേറ്റീവ് എക്സ്പോഷർ ഉണ്ടാക്കാനാണ് ഫോർ സ്റ്റുഡൻസ് മൈൻഡ്. സ്റ്റുഡൻസ് എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് പറയാം. വേൾഡ് ഈസ് ചേഞ്ചിങ് എവരിവെയർ ബിക്കോസ് ഇറ്റ് ഈസ് എ കോമ്പറ്റേറ്റീവ് വേൾഡ്. സോ അവർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവർ ചൈൽഡ് അല്ലെങ്കിൽ അവർ ചിൽഡ്രൻ അല്ലെങ്കിൽ അവർ വാർഡ് ഷുഡ് ബിക്കം എ കോമ്പറ്റേറ്റീവ് വൈബ് ആകണം. അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ഈ ഒരു കോഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. ഓക്കെ സാർ, അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുന്നേ ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആണെങ്കിൽ പോലും ഇപ്പോൾ ബ്രില്യൻറ്റ് ഒളിമ്പ്യാഡ് ചാമ്പ്യൻ എന്നിങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു ഒളിമ്പ്യാഡ് എന്ന ഒരു വാക്കിന്റെ ഒരു അർത്ഥവും അതിന്റെ ഒരു പ്രാധാന്യവും എന്താണ്? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഒളിമ്പ്യാഡ്സ് കമ്മിങ് ഫ്രം ഒളിമ്പിക്സ്. നമുക്ക് കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒളിമ്പിക്സ് വേൾഡ് ലെവലിൽ ഇന്റർനാഷണൽ ലെവൽ നടത്തുന്ന സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആണ്. It is a platform to shine regarding athletics and athletics ആണ്. That is to show off their strength in sports and games ആണ്. നമ്മുടെ സ്ട്രെങ്ത് സ്പോർട്സിലും ഇതിലും ഗെയിംസിലും എന്ത് നമ്മുടെ സ്ട്രെങ്ത് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഒളിമ്പിക്സ്. ഹിയർ ഒളിമ്പ്യാഡ് ഈസ് എ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് എന്ന് പറയാം. ടു പെർഫോം ദെയർ സ്ട്രെങ്ത്, സബ്ജക്റ്റീവ് സ്ട്രെങ്ത്, വെദർ മാത്സ് ഓർ സയൻസ് ഓർ സോഷ്യൽ സയൻസ് ഓർ കമ്പ്യൂട്ടർ, അവരുടെ ഒരു ഷോ ഓഫ് സ്ട്രെങ്ത് ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഒളിമ്പിക്സിൽ നിന്നാണ് നമ്മൾ ഒളിമ്പ്യാഡ് എന്നുള്ള ഒരു വേർഡ് നമുക്ക് ഇൻ്റർനാഷണൽ ഇതൊരു വലിയൊരു പോപ്പുലറായി വരുന്നുണ്ട്. ഏത് കുട്ടികൾ ചോദിച്ചാൽ ഐ എം എ ഒളിമ്പ്യാഡ് ചാമ്പ്യൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നാഷണൽ ലെവലിൽ സ്കൂൾ ലെവൽ നടത്തുന്നുണ്ട്, ഡിസ്ട്രിക്ട് ലെവൽ, നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവൽ വരെ ഒളിമ്പ്യാഡ്സ് ഉണ്ട്. സോ ഒളിമ്പ്യാഡ്സ് ഈസ് എൻകറേജിങ് എവറി സ്റ്റുഡൻറ്റ് സോ മച്ച്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ മിസ്സേ, ഇത് ഏതൊരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്റ്റുഡൻറ്റിനാണ് നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് 12th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ നാഷണൽ ലെവലും സർ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ലെവൽ, സ്കൂൾ ലെവൽ ഒരുപാട് ഒളിമ്പ്യാഡ് എക്സാമിനേഷൻസ് സയൻസിലും മാത്സിലും ബാക്കിയുള്ള സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസ്, സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ നടത്തി വരുന്നുണ്ട്. സോ അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പറയാവുന്ന ഒളിമ്പ്യാഡ്സ് അല്ല, ധാരാളം ഒളിമ്പ്യാഡ്സ് ഉണ്ട്. അപ്പോൾ മാത്തമെറ്റിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സോ ഇന്ത്യയിൽ നടത്തുന്ന ഏറ്റവും ടോപ്പ് എക്സാമിനേഷൻ ആണ് മാത്തമെറ്റിക്കൽ ഒളിമ്പ്യാഡ് പ്രോഗ്രാംസ്. അതൊരു 5 സ്റ്റേജുകളായിട്ടാണ് നടത്തുന്നത്. ആ 5 സ്റ്റേജും വിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 6ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. ലൈക്ക് EGMO, APMO ആൻഡ് IMO പോലുള്ള എക്സാമിനേഷൻസ് ആണ് കുട്ടികൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അത് ആക്ച്വലി ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ആണ് മാത്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. സോ സയൻസിലേക്ക് വരുമ്പോൾ IJSO, NSE-JS പോലുള്ള എക്സാമിനേഷൻസ് അതാണ് പറയുന്നത്. എക്സാമിനേഷൻസ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരുപാട് എക്സാമിനേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ബ്രില്യൻറ്റ് തന്നെ ഒരു സ്കോളർഷിപ്പ് ഡയറി, ഇതാണ് ഡയറി. ഇതിനകത്ത് ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ എക്സാമിനേഷൻസും, സ്കൂൾ ലെവൽ പഠിക്കുന്ന 12ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ഒളിമ്പ്യാഡ് എക്സാമിനേഷൻസിന്റെയും ഇൻഫോർമേഷൻ എന്താണ്, ഏതാണ് കണ്ടക്ടിംഗ് ബോഡി, അത് തന്നെ. സോ ഇതിനകത്ത് കണ്ടക്ടിംഗ് ബോഡി ഡീറ്റെയിൽസ് എല്ലാം എവറിത്തിങ് ഇസ് ദെയർ. സോ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്താൽ ഒരു ഡൗട്ടും കൂടാതെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഏത് സൈറ്റ് വഴിയാണ് ചെയ്യുന്നതെന്നും എവറിത്തിങ് ഇസ് അവൈലബിൾ. ഓക്കെ, നമ്മളൊരു റെഡിമെയ്ഡ് ഫോമിൽ തന്നെ കുട്ടികൾക്ക് മുന്നിൽ എത്തിക്കാം. സൈറ്റിലൊന്നും പോയി നോക്കണ്ട, അവർക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാനും.
അതുപോലെ തന്നെ സാർ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ബ്രില്യൻറ്റ് ഇങ്ങനെ ഒരു കോഴ്സ് തുടങ്ങുന്നു, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മോട്ടീവ് ഓർ ഇനിഷ്യേറ്റീവ് ബിഹൈൻഡ് ദിസ് കോഴ്സ്? ഇറ്റ്സ് റിയലി നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാവർക്കും പേരൻസിന് വേണ്ട ആൻസറുമാണ്. നമ്മൾ ഇതുവരെ ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് 2 years 23-24 നടത്തി. അതിൽ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 16 lakhs ആണ്. നോ അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ ഈസ് ഗിവിങ് സച്ച് എ ബിഗ് പ്രൈസസ്, ബിഗ് എമൗണ്ട്. അത് നമുക്കൊരു അഭിമാനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് പെർഫോമൻസ് ഞങ്ങൾ അനലൈസ് നോക്കി. നമ്മൾ മോർ ദാൻ 10,000 സ്റ്റുഡൻസ് ഹാസ് അപ്പിയർഡ് ഫോർ ദ ലാസ്റ്റ് ഒളിമ്പ്യാഡ് എക്സാമിനേഷൻ. അതിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ഫസ്റ്റ് റാങ്ക് എല്ലാം എന്ന് പറഞ്ഞാൽ 95-97% മാർക്കെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു കോഴ്സ് തുടങ്ങിക്കൂടാ എന്നൊരു പറയാം. ഈ ഒരു ഒളിമ്പ്യാഡിന് മാത്രം സപ്പോർട്ടല്ല, നമുക്ക് വേറെയും ഇപ്പോൾ റെജിന മിസ് പറഞ്ഞ പോലെ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒളിമ്പ്യാഡ്, NSEG, ഇതിനെല്ലാം നമുക്കൊരു കോമൺ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നാൽ നമുക്ക് നല്ലതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ബ്രില്യൻറ്റ് ഒളിമ്പ്യാഡ് ചാമ്പ്യൻ എന്നുള്ള ഒരു കോഴ്സ് തുടങ്ങാൻ കാരണം. ഇറ്റ് വിൽ ബെനിഫിറ്റ് ഓൾ ദ സ്റ്റുഡൻസ് ഹു ഹാസ് സ്റ്റഡീഡ് 6th, 8th, 9th, 10th സ്റ്റാൻഡേർഡ് ലെവൽ സ്റ്റുഡൻസ്. അതിൻ്റെ പ്രശ്നം എന്ന് പറയാൻ ഈ കോഴ്സ് അപ്പർ ലെവലിലും പ്രയോജനപ്പെടും. ദർ ഈസ് 11th, 12th സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സ് ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ബെനിഫിഷ്യൽ. ഓക്കെ. അപ്പം സാർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു മിസ്, അതായത് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സ്പോഷർ ആണ് നൽകുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സ്പോഷർ വഴി നമുക്ക് ബ്രില്യൻറ്റിൽ ഒരുപാട് വിജയികളെ സൃഷ്ടിക്കാൻ സഹായിച്ചിട്ടുണ്ടോ? എന്താണ് അത്? തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, അതായത് മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 സ്റ്റേജുകളിലായിട്ടാണ് നടത്തുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ 2 സ്റ്റേജ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. 3ാമത്തെ സ്റ്റേജിൽ കുട്ടികൾ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിൽ ആദ്യത്തെ 2 സ്റ്റേജിലും നമ്മുടെ കുട്ടികൾ വളരെ നല്ല ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് IUQM, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് IUQM ആണ്, ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ്. 8ാം ക്ലാസ് തുടങ്ങി 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് എക്സാമിനേഷൻ എഴുതുന്നത്. അതിൽ കേരള റീജിയനിൽ നിന്നും 80 കുട്ടികളെയാണ് സെലക്ട് ചെയ്തത് സെക്കൻഡ് സ്റ്റേജായ RM എഴുതാൻ, റീജിയണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് എഴുതാൻ. അതിൽ 80 കുട്ടികളിൽ 61 കുട്ടികളും ബ്രില്യൻറ്റ് പാലായിൽ നിന്നുള്ള കുട്ടികളാണ്. 2ാമത്തെ സ്റ്റേജിന്റെ റിസൾട്ട് വന്നപ്പോൾ, റീജിയണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിന്റെ റിസൾട്ട് വന്നപ്പോൾ കേരള ആൻഡ് ലക്ഷദ്വീപ് റീജിയനിൽ നിന്നും ടോട്ടൽ 36 കുട്ടികൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് 3rd സ്റ്റേജ് എഴുതാൻ. അതിൽ 33 കുട്ടികളും നമ്മുടെയാണ്. ഇതിൽ പരം ഒരു റിസൾട്ട് പറയാനുണ്ടോ? അപ്പോൾ ഇത് പ്രൂവ്ഡ് റിസൾട്ട് ആണ്. ഞാനെന്ന് പറയാം. അതുപോലെ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലും അതിലും നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ബയോളജി ഫുൾ 100% റിസൾട്ടാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് 8 out of 8. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ ഓൾറെഡി ഒരു ഫ്ലറിഷ്ഡ് സ്റ്റേജിലായിരിക്കുന്നത്. ബട്ട് ഈ ഒരു കോഴ്സും കൂടി വരുമ്പോൾ നമുക്ക് എല്ലാ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാത്തിലും നമുക്ക് 100% റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിലും ഇപ്പോഴത്തെ ഉള്ളതിലും റിസൾട്ടിലും ഉള്ള ഇരട്ടി നമുക്ക് അടുത്ത് പ്രതീക്ഷിക്കാം. ഡെഫിനറ്റ്ലി. യെസ്. അപ്പം ഈ ഒരു കോഴ്സിന്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് പറഞ്ഞാൽ അതെന്തൊക്കെയായിരിക്കും? ബെനിഫിറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ക്രിയേറ്റ്സ് എ കോമ്പറ്റേറ്റീവ് വൈബ് ഒരു ഉണ്ടാക്കും. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റുഡൻസിൻ്റെ, നമ്മുടെ എല്ലാ കുട്ടികളുടെ നോർമൽ സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാമിനേഷൻ്റെ മുമ്പിൽ ഫിയർ ആൻഡ് ഫീവർ, ദറ്റ് ഈസ് 2F എന്ന് പറയും. ഒന്ന് ഫിയർ, ഒന്ന് ഫീവർ. ഒന്നിൽ പേടിയായിരിക്കാം, അല്ലെങ്കിൽ തലേദിവസം അസുഖങ്ങൾ പറഞ്ഞ എന്തെങ്കിലും. അത് ആ ടെൻഷനാണ്, കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. സബ്ജക്റ്റിൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, എസ്പെഷ്യലി മാത്സ് ആൻഡ് സയൻസിൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫിയറും ഫീവറെല്ലാം വരുന്നത്. ആ ഒരു കോമ്പറ്റേറ്റീവ്, ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ഇത് ഡെഫിനറ്റ്ലി പ്രയോജനപ്പെടും. ബിക്കോസ് നമുക്ക് സബ്ജക്റ്റ് കോൺഫിഡൻസ് ലെവൽ എപ്പോൾ കൂടും? സബ്ജക്റ്റിൽ നോളജ് വരുമ്പോൾ. സബ്ജക്റ്റ് എപ്പോഴും നമുക്ക് ഡീപ്പറായിട്ട് പോകും, കോൺസെപ്റ്റ് വൈസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റുഡൻസിന് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിഷ്യൽ. ബാക്കി അതർ ബെനിഫിറ്റ്സ് ആണെങ്കിൽ റീന മിസ് പറയുമല്ലോ. സാർ പറഞ്ഞ് നിർത്തിയ പോയിന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിവിടെ ആ കോഴ്സിന്റെ മെയിൻ ഒരു മോട്ടീവും അത് തന്നെയാണ്, കുട്ടികൾക്ക് മാക്സിമം കോമ്പറ്റേറ്റീവ് വേയിലുള്ള പ്രാക്ടീസിങ് കൊടുക്കുക എന്നുള്ളത്. സോ അതുവഴി അവരുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു എന്താ പറയുക ഫിയർ അവോയ്ഡ് ചെയ്ത് അവരിൽ കോൺഫിഡൻസ് നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ചില കുട്ടികളൊക്കെ 9ാം ക്ലാസ്സിൽ ചിലപ്പോൾ ഒളിമ്പ്യാഡ് എക്സാമിനേഷനെ കുറിച്ച് കേൾക്കുന്നു, അവർ പോയി എഴുതുന്നു. അല്ലെങ്കിൽ ചില കുട്ടികൾ 12ാം ക്ലാസ് വരെ ഒരു കോമ്പറ്റേറ്റീവ് ഒളിമ്പ്യാഡ് എക്സാമിനേഷൻസ് എഴുതിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതിയിട്ടുണ്ടാവില്ല. സോ 12ാം
12ാം ക്ലാസ് കഴിയുമ്പോൾ വേഗം പോയി JEE എഴുതുന്നു അല്ലെങ്കിൽ നീറ്റ് എഴുതുന്നു. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രാക്ടീസിങ് കിട്ടിയിട്ടില്ല. അവർക്ക് MCQ അറ്റൻഡ് ചെയ്യേണ്ടത് MCQ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് അറിയില്ല. സോ അതൊക്കെ മാറ്റി നമ്മൾ 8ാം ക്ലാസ് തുടങ്ങി അതിനുള്ളൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ തിങ്കിങ് സ്കിൽസ്, ലോജിക്കൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ, അവരുടെ സബ്ജക്റ്റിന്റെ എൻറിച്ച്മെന്റ്, അവർ പഠിക്കുന്ന കണ്ടന്റ് ഡെപ്തിൽ പഠിച്ച് അവർ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സ്കിൽ, ഇതൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിലൂടെ കുട്ടികളിൽ നിന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കോഴ്സിൽ നമ്മൾ ലോജിക്കൽ റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ദെൻ മാറ്റ് ഉണ്ട്. മെന്റൽ എബിലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് ലോജിക്കൽ റീസണിങ്ങും മെന്റൽ എബിലിറ്റിയും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു കുട്ടികൾക്ക് എന്താണ് എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. പറയാം, വേൾഡ് ഈസ് കോമ്പറ്റീഷൻ ആണ്. എന്ത് എന്നാലും ഇപ്പോൾ ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതാൻ പോവുകയാണെങ്കിൽ പോലും അവിടെ മെന്റൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അവരെ എല്ലാ ഡൊമൈൻസിനെയും നമ്മളൊന്ന് എന്താ പറയാ ഫ്ലറിഷ് ചെയ്യുക. ഓൾറൗണ്ടർ ആക്കുക. ഒരു സബ്ജക്ട് വൈസ് മാത്രമല്ല, ഒരു ഓൾറൗണ്ടർ ആക്കാനാണ് ഈ ഒളിമ്പിയാഡ്സിന്റെ എല്ലാം മാക്സിമം സപ്പോർട്ട് നമുക്ക് വേണ്ടത്. അതിന് നമ്മുടെ ബ്രില്യൻറ്റ് ഒളിമ്പിയാഡ് ചാമ്പ്യൻ will definitely support that. Exactly. ഓക്കെ, അപ്പം അതുപോലെ തന്നെ സാർ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ബ്രോഷറിൽ ബ്രില്യൻറ്റ് ഒളിമ്പിയാഡ് ചാമ്പ്യൻ ഫോർ മാത്സ് ആൻഡ് സയൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്. അതായത് ഇത് മാത്സ് ആൻഡ് സയൻസ് എന്ന സബ്ജക്റ്റിന് സെപ്പറേറ്റ് കോഴ്സാണ്, അതോ ഒരു സിംഗിൾ കോഴ്സ് ആയിട്ടാണ് പോകുന്നത്? ഇല്ല, ഇത് ഒരു കമ്പൈൻഡ് കോഴ്സാണ്. ഇറ്റ്സ് എ സിംഗിൾ കോഴ്സാണ്. ബ്രില്യൻറ്റ് ഒളിമ്പിയാഡ് ചാമ്പ്യൻ ഇസ് എ സിംഗിൾ കോഴ്സ്. The main subjects are maths, science and math, mental ability test. ആ മാത്സും സയൻസും ഇത് ഒരു കോമ്പൈൻഡ് കോഴ്സാണ്. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറയാം, നമുക്ക് 10ാം ക്ലാസ് വരെ മാത്സും സയൻസും പഠിച്ചല്ലേ പറ്റൂ. അതിൽ നമുക്ക് മാത്സ് മാത്രം, എൻ്റെ കുട്ടി മെഡിക്കലിന് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മാത്സ് പഠിക്കില്ല എന്ന് പറയുന്നതിൽ സപ്പോർട്ട് ഉണ്ടാവില്ല. എന്ന് പറയാം, +2 അല്ലെങ്കിൽ മെഡിക്കൽ പോകുന്ന കുട്ടി ഫിസിക്സ് എഴുതിയേ പറ്റൂ. അതിൽ ലോജിക്കൽ റീസൺ, അതിൽ ലോജിക്കൽ അപ്ലൈ ചെയ്ത് അനാലിറ്റിക്കൽ സ്കില്ലിംഗ് വേണം, മാത്സ് വേണം. മാത്സ് ബേസ് ഇല്ലാതെ ഫിസിക്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടു എ സർട്ടൺ എക്സ്റ്റെന്റ് കെമിസ്ട്രി ഓൾസോ, ഫിസിക്കൽ കെമിസ്ട്രി പ്രോബ്ലം എല്ലാം മാത്സിൻ്റെ സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് പറയുന്നത് മാത്സും സയൻസും ഈസ് എ കമ്പൈൻഡ് കോഴ്സ്. പല പേരൻസും എൻ്റെ അടുത്ത് 2-3 ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട്, വൈ മാത്സ് ഫോർ മെഡിക്കൽ സ്റ്റുഡൻസ്? നോ, മെഡിക്കൽ സ്റ്റുഡൻസിനും മാത്സ് വേണം, ഒരു ബേസ്. ഡീപ്പർ മാത്തമാറ്റിക്സ് ആണെന്ന് ഞാൻ പറയില്ല. ദർ ഷുഡ് ബി എ ബേസ് ഫോർ മാത്തമാറ്റിക്സ് ഫോർ എഞ്ചിനീയറിംഗ് മെഡിക്കൽ സ്റ്റുഡൻസ്. എഞ്ചിനീയറിംഗ് ഓട്ടോമാറ്റിക്കലി മാത്സ് വേണമല്ലോ. ഇതുപോലുള്ള കോഴ്സ് നമുക്ക് ഇപ്പോൾ ഇത്തവണ തന്നെ നമുക്ക് JEE മെയിൻ 2024 സെഷനാണ് നമുക്ക് നല്ലൊരു റിസൾട്ട്. കഴിഞ്ഞ കൊല്ലം കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ദ ഫിഗർ അല്ലേ? ഡബിൾ ദ ഇറ്റ്സ് എ വെരി ഗുഡ് അച്ചീവ്മെന്റ്സ് ഓഫ് അവർ ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ആൻഡ് ക്രെഡിറ്റ് ഗോസ് ടു അവർ ടീച്ചേഴ്സ് ഓൾസോ. ആ ഒരു മെൻറ്റാലിറ്റി ഈ ഒരു കോഴ്സും കൂടി പഠിക്കുന്ന സ്റ്റുഡൻസിന് വേറൊരു ലെവൽ വരാൻ പറ്റും. ദാറ്റ് ഈസ് ഇനിയും നമുക്ക് ട്രിപ്പിൾ ആക്കാം. ഇപ്പോൾ ഡബിളായി നമുക്ക് വേണമെങ്കിൽ ട്രിപ്പിൾ ആക്കാം. അതിന് നമുക്ക് മോൾഡ് ചെയ്യുന്നതാണ് ബോട്ടം ലെവലിൽ നിന്ന്. ഞാൻ ഒരു പ്രോവർ പറഞ്ഞല്ലോ, ഏർലി ബേർഡ് കാച്ചസ് ദ ബോം. അതാണ്. അപ്പോൾ അതൊന്ന് ഓർക്കുക, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ സാർ അതിൻ്റെ കൂടെ ഈ കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചറും കൂടി ഒന്ന് പറയാമോ? സ്ട്രക്ചർ എന്ന് പറയാൻ ഇറ്റ് ഈസ് 1 year കോഴ്സാണ്. 1 year മീൻസ് 11 months. നമ്മൾ ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഷൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. April 24 to January 25 ആണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഇറ്റ് മേ ബി എക്സ്റ്റെൻഡ് അനദർ 1 month. അത് നമുക്ക് ഡിപ്പെൻഡ്സ് ഓൺ അക്കാഡമിക് കരിക്കുലത്തിൻ്റെ സ്റ്റേറ്റും എല്ലാം നോക്കണമല്ലോ. അവിടെ പേരൻസും സ്റ്റുഡൻസും നോക്കുന്നത് ഇറ്റ് ഈസ് എ നോട്ട് വൺ സ്ട്രീം കോഴ്സ്. ഇറ്റ് ഈസ് എ CBSE, ICSE, സ്റ്റേറ്റ്. എല്ലാ കുട്ടികൾക്കും ഇതിൽ ചേരാം. ഇറ്റ്സ് എ കോമൺ സിലബസ് ആണ്. കോമൺ സിലബസ് ഫോർ 8th standard, കോമൺ സിലബസ് ഫോർ 9th, കോമൺ സിലബസ് ഫോർ 10th standard. ഇതൊരു ഓൺലൈൻ കോഴ്സാണ്. ഈ കോഴ്സ് എടുക്കുന്ന ടീച്ചിങ് എല്ലാം സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ്, സബ്ജക്റ്റ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ്. അവരെല്ലാം വളരെ എനർജറ്റിക് ആയിരിക്കും. ഇറ്റ്സ് എ ഓൺലൈൻ കോഴ്സാണ്. എവറി ഫോർട്ട്നൈറ്റിൽ എക്സാമിനേഷൻ, മോഡൽ എക്സാമിനേഷൻ കാണും. എവറി മന്ത് മോഡൽ എക്സാമിനേഷൻ, അതിൻ്റെ ഡിസ്കഷൻ, അതിൻ്റെ ലൈവ് സെഷൻ, റെക്കോർഡ് സെഷൻ എല്ലാം ഉണ്ടാകും. അതാണ് ഈ കോഴ്സിൻ്റെ സ്ട്രക്ചർ. അപ്പം ഈ കോഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. അപ്പം മിസ് ഇതിന് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോഴ്സിന് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നത്? സോ രജിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ത്രൂ നമ്മുടെ വെബ്സൈറ്റ് തന്നെയായിരിക്കും. സോ നിങ്ങൾക്കറിയാം www.brilliantbala.org ആണ് നമ്മുടെ വെബ്സൈറ്റ്. അതിൽ ചെന്നാൽ നിങ്ങൾക്ക് കോഴ്സ് ബ്രോഷർ കിട്ടും. BOC എന്ന് ക്ലിക്ക് ചെയ്താൽ കോഴ്സ് ബ്രോഷർ കിട്ടും. അതിൽ വെൽ അറേഞ്ച്ഡ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു
എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഒരു പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. സോ അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതിയാകും. ഞാൻ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം പല പാരന്റ്സ് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന പല പാരന്റ്സും ഉത്കണ്ഠപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാകാം. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കുട്ടി ഭയങ്കര ഹെക്ടിക്കാണ്, സ്കൂൾ ക്ലാസ്സസ്, ട്യൂഷൻസ് അങ്ങനെ. സോ ഇതുകൂടി വരുമ്പോൾ കുട്ടി കൂടുതൽ ഹെക്ടിക് സിറ്റുവേഷനിലേക്ക് പോകുമോ എന്നൊരു കൺസേൺ എല്ലാ പാരന്റ്സിനും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം പറയാം, നമ്മുടെ ബ്രില്യൻറ്റ് ഒളിമ്പിയാഡ് ചാമ്പ്യൻ എന്നുള്ള ഒരു കോഴ്സിനെ പറ്റി നമ്മൾ തിങ്ക് ചെയ്തു, നമ്മളത് ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സിലബസ് അതുപോലെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെയും സിലബസ്, ഇപ്പോൾ കുട്ടി 8th ആണെങ്കിൽ ആ സിലബസ് വെച്ചിട്ട് അതിൻ്റെ അഡ്വാൻസ്ഡ് കോമ്പറ്റീറ്റീവ് ലെവലിലാണ് നമ്മൾ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ സിലബസ് ക്ലാസ് 8ൽ പഠിക്കുന്ന ഒരു കുട്ടി ബ്രില്യൻറ്റ് ഒളിമ്പിയാഡ് ചാമ്പ്യൻ പ്രോഗ്രാമിൽ ചേർന്നാൽ അത് നിങ്ങളുടെ സ്കൂളിലെ കോൺസെപ്റ്റിനെ ഒരു സർപ്ലസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കോമ്പീറ്റന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. സോ അവനൊരു വേറെ സർ പറഞ്ഞ പോലെ വേറൊരു ലെവലായിരിക്കും. അവർക്ക് സ്കൂളിലും അത് തന്നെ അതുപോലെ അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. സ്കൂൾ സിലബസ് ആൻഡ് സ്കൂൾ എക്സാമിനേഷൻ വിൽ ബി വെരി ഈസി. അവർക്ക് അവിടെ ഒരു പേടിയാ ഉണ്ടാവില്ല. അതാണ് അതിന്റെ നമുക്ക് ഏറ്റവും മെച്ചം. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, ബ്രില്യൻറ്റ് ട്യൂഷൻ ക്ലാസ്സസ് ഉണ്ട്. ഇൻ അഡീഷൻ ആണ് ഇത് ബ്രില്യൻറ്റ് ഒളിമ്പിയാഡ് ചാമ്പ്യൻ വരുന്നത്. ഇത് മൂന്നുമായിട്ട് കമ്പൈൻഡ് ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റ് എനിക്ക് തോന്നുന്നു എല്ലാ സബ്ജക്റ്റും 100 out of 100 അടിച്ചാൽ. ആ കുട്ടീനെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം ആ ഒരു ലെവൽ കൺസിഡർ ചെയ്ത് തന്നെയാണ് നമ്മൾ അതിന്റെ ഒരു സിലബസ് സെറ്റ് ചെയ്തത്, അതിന്റെ എക്സാം ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്, ക്ലാസ്സസിന്റെ അവേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഹെക്ടിക് സിറ്റുവേഷനിൽ കൂടിയും കുട്ടി പോകില്ല. ധൈര്യമായിട്ട് നിങ്ങളുടെ വാർഡിനെ ഈ കോഴ്സിലേക്ക് കടത്തിവിടാവുന്നതാണ്. ഒരിക്കലും ഒരു ഓവർ വാർഡൻ ആവില്ല. അത് തന്നെ, തീർച്ചയായിട്ടും. ഓക്കെ. One more thing I want to add, dear parents and students, especially parents, Olympiads are not everyone cup of tea. Your child or your ward might be one of those everyone. Exactly. Because you are the winners. We are the Olympians in future. We are the Olympians of future Brilliant and future Kerala and future India. നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലും പെർഫോം ചെയ്യാനുള്ള ഏറ്റവും സപ്പോർട്ട് ഇവിടെ നിന്ന് കിട്ടും. അതാണ് ഒളിമ്പിയാഡ്. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എന്താണ് BOC, അതായത് ബ്രില്യൻറ്റ് ഒളിമ്പിയാഡ് ചാമ്പ്യൻ എന്ന കോഴ്സ് എന്താണെന്നും ആ കോഴ്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ബേസ് തൊട്ട് അത് എവിടം വരെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിന് എൻറോൾ ചെയ്യേണ്ടത് എന്ന് വരെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ കോഴ്സ് കോർഡിനേറ്ററായ വെങ്കടേഷ് സാറും അതുപോലെ തന്നെ റെജീന മാമും നമുക്കിവിടെ പറഞ്ഞു തന്നു. സോ ഇത് മാക്സിമം നമ്മുടെ സ്റ്റുഡൻസ് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഇത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളും തന്നെയാണ്. സോ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്, ബ്രോഷർ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് കൂടാണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ എൻക്വയറിക്കുള്ളൊരു എൻക്വയറി നമ്പറും നമ്മൾ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരം സംശയങ്ങളുണ്ടെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട എന്ത് തരം സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫീൽ ഫ്രീ ടു കോൾ അസ്. സോ ഞങ്ങളെല്ലാവരും ബ്രില്യൻറ്റ് ബ്രില്യൻറ്റ് ടീം തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.